ഹലോ ഗൈസ്, മൈ നെയിം ഈസ് ടോണി പി ജോസ്, ഫാക്കൽറ്റി ഓഫ് ACCA. ഞാനിന്ന് നിങ്ങളോട് ACCയുടെ കോഴ്സ് സ്ട്രക്ചറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് ACCയിൽ എത്ര പേപ്പേഴ്സ് ഉണ്ട്, അത് എത്ര ലെവൽസ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ACCയിൽ മൊത്തമായിട്ട് നിങ്ങൾ എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യണമെങ്കിൽ മൊത്തം 13 പേപ്പേഴ്സിൻ്റെ എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യണം, 3 ലെവലുകളായിട്ട്. നോളജ് ലെവൽ, സ്കിൽ ലെവൽ, സ്ട്രാറ്റജിക് ലെവൽ. ഈ 3 ലെവലും ചേർത്ത് മൊത്തം 13 പേപ്പേഴ്സ് ക്വാളിഫൈ ആകുമ്പോഴാണ് നിങ്ങൾ ACC അഫിലിയേറ്റ് ആവുക. ഒന്നാമത്തെ ലെവലാണ് നോളജ് ലെവൽ. നോളജ് ലെവലിൽ വളരെ ബേസിക് ആയിട്ടുള്ള 3 പേപ്പേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനുശേഷം അടുത്ത ലെവലാണ് സ്കിൽ ലെവൽ. സ്കിൽ ലെവലിൽ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള 6 പേപ്പറുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 9 പേപ്പറുകൾക്ക് ശേഷം നമ്മൾ അഡ്വാൻസ് ലെവലിലേക്ക് കടക്കുകയാണ്. ACCയുടെ ഫൈനൽ സ്റ്റേജ് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ACCയുടെ സ്ട്രാറ്റജിക് പ്രൊഫഷണൽസ് ലെവൽ. സ്ട്രാറ്റജിക് പ്രൊഫഷണൽസിനെ നമുക്ക് രണ്ടായിട്ട് വേർതിരിക്കാം. ഒന്നാമതായിട്ട് എസെൻഷ്യലും രണ്ടാമതായിട്ട് ഓപ്ഷണലും. സ്ട്രാറ്റജിക് പ്രൊഫഷണൽസിലെ എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നിർബന്ധമായിട്ടും നമ്മൾ 2 പേപ്പർ ക്വാളിഫൈ ചെയ്യണം. സ്ട്രാറ്റജിക് പ്രൊഫഷണൽസിലെ ഓപ്ഷണൽ എന്ന് പറഞ്ഞാൽ 4 പേപ്പറുകളിൽ 2 പേപ്പർ ഓപ്റ്റ് ചെയ്ത് അത് നമ്മൾ ക്വാളിഫൈ ചെയ്യണം. അങ്ങനെ ആകെ മൊത്തം 3ഉം 6ഉം 2ഉം 2 ഔട്ട് ഓഫ് 4 ആകെ മൊത്തം 13 പേപ്പേഴ്സ് ക്വാളിഫൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ACCA അഫിലിയേറ്റ് എന്ന ആ ഒരു സ്റ്റാറ്റസിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ ACCയുടെ കോഴ്സ് സ്ട്രക്ചറിനെ കുറിച്ചും സിലബസിനെ കുറിച്ചും കുറച്ചും കൂടെ വിശദീകരിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്കിനി ACCയുടെ ഒന്നാമത്തെ ലെവലായ നോളജ് ലെവൽ എന്താണെന്ന് നമുക്കൊന്ന് ആഴത്തിൽ പഠിക്കാം. നമ്മൾ പറഞ്ഞതുപോലെ നോളജ് ലെവലിൽ മൊത്തം 3 പേപ്പേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ പേപ്പറാണ് ബിസിനസ് ആൻഡ് ടെക്നോളജി. ഈ ബിസിനസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞ പേപ്പറിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്താണ് ബിസിനസ്, വാട്ട് ഈസ് എ ബിസിനസ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഏതൊക്കെയാണുള്ളത്, ഹൗ ദ ബിസിനസ് ഈസ് മാനേജ്ഡ്, ഒരു ബിസിനസ്സിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം, ഒരു ബിസിനസ്സിനെ എങ്ങനെ റണ്ണ് ചെയ്യാം. അടുത്തതായിട്ട് ദ യൂസ് ആൻഡ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് ടെക്നോളജി ഇൻ ബിസിനസ്. ടെക്നോളജി എത്രത്തോളം ബിസിനസ്സിനെ ബാധിക്കുന്നുണ്ട്, ടെക്നോളജി ബിസിനസ്സിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ഒന്നാമത്തെ പേപ്പറായ ബിസിനസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞ പേപ്പറിനെ കുറിച്ച് പഠിക്കുന്നത്. രണ്ടാമത്തെ പേപ്പറാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. നമ്മുടെ ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ പേപ്പറിൽ നമ്മൾ പഠിക്കുന്നത് മെയിനായിട്ട് 2 ഏരിയാസാണ്. ഒന്ന് നമുക്ക് കോസ്റ്റിംഗ് എന്ന് വിളിക്കാം, രണ്ടാമത്തതിനെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് വിളിക്കാം. എന്താണ് കോസ്റ്റിംഗ്? നമ്മളൊരു പ്രൊഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ, ഒരു ഉൽപ്പന്നത്തിനെ മാനുഫാക്ചർ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രൊഡക്റ്റിൻ്റെ ആ ഉൽപ്പന്നത്തിൻ്റെ കോസ്റ്റ് തീർച്ചയായിട്ടും ഡിറ്റർമൈൻ ചെയ്യണം, കണക്കാക്കിയേ തീരൂ. കാരണം കോസ്റ്റ് കണക്കാക്കിയാൽ മാത്രമേ എത്ര വിലയ്ക്ക് അതിന് വിൽക്കണമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, കോസ്റ്റ് 10 എന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ അതിൻ്റെ കൂടെ ഒരു 3 രൂപ പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് നമുക്ക് 13 രൂപയ്ക്ക് അതിന് വിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കോസ്റ്റ് ഡിസൈഡ് ചെയ്യണം, കോസ്റ്റ് കണ്ടുപിടിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒന്നാമത്തെ ടോപ്പിക്കാണ് കോസ്റ്റിംഗ്. രണ്ടാമത്തെ ടോപ്പിക്ക് നമ്മൾ പറഞ്ഞതുപോലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. കാര്യമായിട്ടൊന്നുമില്ല, ബിസിനസ്സിൻ്റെ കയ്യിലുള്ള ഫണ്ട്, ബിസിനസ്സിൻ്റെ കയ്യിലുള്ള ക്യാഷ് ഏത് രീതിയിൽ മാനേജ് ചെയ്യണം, ബിസിനസ്സിൻ്റെ കയ്യിലുള്ള ക്യാഷ് ഏത് ഏരിയയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അപ്പോൾ കോസ്റ്റിങ്ങും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട 2 ടോപ്പിക്കാണ് നമ്മുടെ നോളജ് ലെവലിൻ്റെ രണ്ടാമത്തെ പേപ്പറായ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലൂടെ നമ്മൾ പഠിക്കുന്നത്. നോളജ് ലെവലിലെ മൂന്നാമത്തതും അവസാനത്തതുമായിട്ടുള്ള പേപ്പറാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് എന്താണെന്ന് ഏകദേശം എല്ലാവർക്കും അറിവുണ്ടാവും. ബിസിനസ്സുകളുടെ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തി വെക്കണം. ബിസിനസ്സിൽ നടക്കുന്ന ഓരോ ഇടപാടുകളും കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കണം. ഈ രേഖപ്പെടുത്തി വെക്കലിനെയാണ് അക്കൗണ്ടിങ് എന്ന് വിളിക്കുന്നത്. ACCA പോലെയുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പേപ്പറാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ പേപ്പറായ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെ ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാം, ബിസിനസ്സുകളുടെ ഓരോ ഇടപാടും എങ്ങനെ രേഖപ്പെടുത്തി വെക്കാം. അപ്പോൾ
നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ വളരെ ബേസിക്കുമായിട്ടുള്ള 3 പേപ്പറുകളാണ് ACCയുടെ ഒന്നാമത്തെ ലെവലായ നോളജ് ലെവൽ നമുക്ക് പഠിക്കാനുള്ളത്. നോളജ് ലെവൽ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ലെവലാണ് സ്കിൽ ലെവൽ. നോളജ് ലെവലിൽ മൊത്തം 3 എക്സാമിനേഷൻസ് ആണുള്ളത്. ഓരോ എക്സാമും 100 മാർക്സിൻ്റെ ആയിരിക്കും. ഓരോ എക്സാം എഴുതാൻ നിങ്ങൾക്ക് അലോഡ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 2 hours ആണ്. പാസ്സാവാനുള്ള മാർക്ക് എന്ന് പറയുന്നത് 50% ആണ്. ACCയുടെ രണ്ടാമത്തെ ലെവലാണ് സ്കിൽ ലെവൽ. സ്കിൽ ലെവലിൽ മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ 6 പേപ്പേഴ്സാണുള്ളത്. ഒന്നാമത്തെ പേപ്പറാണ് കോർപ്പറേറ്റ് ആൻഡ് ബിസിനസ് ലോ. പേരിൽ പറഞ്ഞതുപോലെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ലോസ് എന്തൊക്കെയാണ്, ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് മാത്രമേ ഈ ഒരു പേപ്പറിൽ പഠിക്കാനുള്ളൂ. അല്ലാതെ എല്ലാ തരത്തിലുള്ള ലോസ് നമുക്ക് ഈ പേപ്പറിൽ പഠിക്കാനില്ല. ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ചുരുങ്ങിയ ലോസ് മാത്രമേ ഈ പേപ്പറിൻ്റെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അടുത്ത പേപ്പറാണ് പെർഫോമൻസ് മാനേജ്മെൻറ്റ്. പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ പേപ്പറിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിനെ നമുക്ക് കോസ്റ്റിംഗ് എന്ന് വിളിക്കാം. കോസ്റ്റിംഗ് എന്താണെന്ന് നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ നടത്തുകയാണെങ്കിൽ ആ പ്രൊഡക്ഷന് ശേഷം നമ്മൾ സെയിൽ ചെയ്യണമെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് എന്താണെന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്തിരിക്കണം. കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്താൽ മാത്രമേ അതിൻ്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് നമുക്ക് സെല്ലിംഗ് പ്രൈസ് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു ടോപ്പിക്കാണ് പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ പേപ്പറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്കിൽ ലെവലിലെ അടുത്ത പേപ്പറാണ് ടാക്സേഷൻ. ടാക്സേഷൻ എന്ന് പറയുമ്പോൾ 5 ടൈപ്സ് ഓഫ് ടാക്സ് ആണ് നമുക്ക് ഈ പേപ്പറിൽ പഠിക്കാനുള്ളത്. ഒന്നാമതായിട്ട് ഇൻകം ടാക്സ്. ഒരു വ്യക്തിയുടെ, ഒരു ഇൻഡിവിജ്വലിൻ്റെ പേഴ്സണലായിട്ടുണ്ടാക്കുന്ന ഇൻകത്തിൽ നിന്ന് ആ ഗവൺമെൻറ്റിലേക്ക് അയാൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ആ ടാക്സിനെയാണ് ഇൻകം ടാക്സ് എന്ന് വിളിക്കുന്നത്. അടുത്ത ടാക്സ് ആണ് കോർപ്പറേഷൻ ടാക്സ്. കോർപ്പറേഷൻ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന കമ്പനി എന്നാണ്. കമ്പനികൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൽ നിന്ന് ആ കമ്പനികൾ പ്രോഫിറ്റിൻ്റെ ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ കമ്പനികളുടെ പ്രോഫിറ്റിൻ്റെ മുകളിൽ അടയ്ക്കുന്ന ടാക്സിനെയാണ് കോർപ്പറേഷൻ ടാക്സ് എന്ന് വിളിക്കുന്നത്. അടുത്ത ടാക്സ് ആണ് ഇൻഹെറിറ്റൻസ് ടാക്സ്. ഇൻഹെറിറ്റൻസ് ടാക്സ് എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് നമുക്ക് സ്വത്തുക്കൾ കിട്ടും. ആ പാരമ്പര്യമായിട്ട് കിട്ടുന്ന സ്വത്തുക്കളിൽ നിന്ന് നമ്മൾ ഗവൺമെൻറ്റിന് അടയ്ക്കേണ്ട ടാക്സിനെയാണ് ഇൻഹെറിറ്റൻസ് ടാക്സ് എന്ന് വിളിക്കുന്നത്. അടുത്ത ടാക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് വാല്യൂ ആഡഡ് ടാക്സ്. നമ്മുടെ നാട്ടിൽ അത് അറിയപ്പെടുന്നത് GST എന്നാണ്, ഗൂഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുവാണെങ്കിലും ഒരു സർവീസ് പർച്ചേസ് ചെയ്യുവാണെങ്കിലും ആ പ്രൊഡക്റ്റിൻ്റെ മുകളിൽ നമ്മളൊരു ടാക്സ് കൊടുക്കുന്നുണ്ട്. ആ ടാക്സിനെയാണ് വാല്യൂ ആഡഡ് ടാക്സ് എന്ന് വിളിക്കുന്നത്. അതിന് നമുക്ക് ഇൻഡയറക്റ്റ് ടാക്സ് എന്നും വിളിക്കാം. ടാക്സേഷൻ എന്ന് പറഞ്ഞ പേപ്പറിൽ നമുക്ക് പഠിക്കാനുള്ള 5ാമത്തെ ടൈപ്പ് ഓഫ് ടാക്സ് ആണ് ക്യാപിറ്റൽസ് ഗെയിൻസ് ടാക്സ്, CGT. അതായത് നമ്മളൊരു അസറ്റ് വിൽക്കുമ്പോൾ, നമ്മുടെ ഒരു ഭൂമി വിൽക്കുമ്പോൾ, നമ്മുടെ ഒരു ബിൽഡിംഗ് വിൽക്കുമ്പോൾ, നമ്മുടെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഗെയിൻ ഉണ്ടാവും. ആ ഗെയിനിൻ്റെ മുകളിൽ നമ്മൾ ഗവൺമെൻറ്റിന് ഒരു ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ആ ടാക്സിനെയാണ് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ടാക്സ് ആണ് ഇൻകം ടാക്സ്, രണ്ടാമത്തതാണ് കോർപ്പറേഷൻ ടാക്സ്, മൂന്നാമതായിട്ടാണ് ഇൻഹെറിറ്റൻസ് ടാക്സ്, നാലാമത് വാല്യൂ ആഡഡ് ടാക്സ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്. ഇങ്ങനെയുള്ള 5 ടാക്സുകളെ കുറിച്ചിട്ടാണ് ടാക്സേഷൻ എന്ന് പറഞ്ഞ പേപ്പറിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, സ്കിൽ ലെവലിലെ അടുത്ത പേപ്പർ. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് നോളജ് ലെവലിലെ 3ാമത്തെ പേപ്പറായ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ആ പേപ്പറിൻ്റെ കണ്ടിന്യൂഷനാണ്. എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ പറഞ്ഞേ? ബിസിനസ്സുകളുടെ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തി വെക്കണം. ബിസിനസ്സിൻ്റെ ഓരോ ഇടപാടുകളും നമ്മൾ റെക്കോർഡ് ചെയ്യണം. ആ റെക്കോർഡ് ചെയ്യുന്നതിനെക്കുറിച്ച് എങ്ങനെയാണെന്നുള്ള ഒരു ഡീറ്റെയിൽ സ്റ്റഡിയാണ് നമ്മൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞ സ്കിൽ ലെവലിൽ പേപ്പറിൽ പഠിക്കാൻ പോകുന്നത്. ഓഡിറ്റ് ആൻഡ് അഷുറൻസ്. നമ്മൾ കമ്പനികളുടെയും ബിസിനസ്സുകളുടെയും അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഈ പ്രിപ്പയർ ചെയ്ത അക്കൗണ്ട്സ് ട്രൂ ആൻഡ് ഫെയർ ആണോ എന്ന് നമുക്കൊന്ന് ഉറപ്പുവരുത്തണം. അതായത് ഡയറക്ടർമാർ പ്രിപ്പയർ ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഡയറക്ടർമാർ പ്രിപ്പയർ ചെയ്ത അക്കൗണ്ട്സ് ഷെയർ ഹോൾഡേഴ്സിന് വിശ്വാസയോഗ്യമാവണമെങ്കിൽ അത് ട്രൂ ആൻഡ് ഫെയർ ആണോ എന്ന് എക്സ്റ്റേണലായിട്ടൊരു പാർട്ടി വന്നിട്ട് ഉറപ്പുവരുത്തണം. ഇങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ, അക്കൗണ്ട്സിനെ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുന്ന പ്രോസസ്സാണ് ഓഡിറ്റ് ആൻഡ് അഷുറൻസ്. അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ പേപ്പറിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്.
ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, സ്കിൽ ലെവലിലെ അവസാനത്തെ പേപ്പർ, ACCയുടെ 9ാമത്തെ പേപ്പർ. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടാവും, ബിസിനസ്സിൻ്റെ കയ്യിൽ ഫണ്ട് ഉണ്ടാവും. ഇതെവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? ഏത് പ്രൊജക്റ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? എത്ര പ്രോഫിറ്റ് കിട്ടുന്ന പ്രൊജക്റ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഇനി ബിസിനസ്സിൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ എവിടുന്ന് ഫണ്ട് റേസ് ചെയ്യണം? ലോൺ എടുക്കണോ? അതും അല്ലെങ്കിൽ ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് റേസ് ചെയ്യണോ? അപ്പോൾ എവിടെ നിന്ന് ഫണ്ട് സംഘടിപ്പിക്കണം? റേസ് ചെയ്ത ഫണ്ട് എവിടെ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം? ഇതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. നമ്മുടെ ബിസിനസ്സിൻ്റെ കയ്യിലുള്ള ക്യാഷിനെ എത്ര നന്നായിട്ട് മാനേജ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നമ്മൾ പഠിക്കുന്നത്. ACCയുടെ 3ാമത്തെ ലെവൽ, അതായത് അവസാനത്തെ ലെവലായ സ്ട്രാറ്റജിക് പ്രൊഫഷണൽസ്. സ്ട്രാറ്റജിക് പ്രൊഫഷണൽസിനെ 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം, എസെൻഷ്യലും ഓപ്ഷൻസും. എസെൻഷ്യലിൽ 2 പേപ്പറാണ് നമുക്ക് പഠിക്കാനുള്ളത്, സ്ട്രാറ്റജിക് ബിസിനസ് ലീഡർ ആൻഡ് സ്ട്രാറ്റജിക് ബിസിനസ് റിപ്പോർട്ടിംഗ്. സ്ട്രാറ്റജിക് ബിസിനസ് ലീഡർ എന്ന് പറഞ്ഞാൽ ആ പേര് തന്നെ ഉണ്ട്, ബിസിനസ്സിനെ കുറിച്ചിട്ട് ഒരു അക്കൗണ്ടൻറ്റ്, ബിസിനസ്സിനെ കുറിച്ചിട്ട് ഒരു ഓഡിറ്റർ, അതും അല്ലെങ്കിൽ കോമേഴ്സ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആരുമായിക്കോട്ടെ, ബിസിനസ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളുമാണ് സ്ട്രാറ്റജിക് ബിസിനസ് ലീഡർ എന്ന് പറഞ്ഞ പേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്ട്രാറ്റജിക് ബിസിനസ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോളജ് ലെവലിലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും സ്കിൽ ലെവലിലെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങും, അതായത് ബിസിനസ്സുകളുടെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക എന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു. അതിൻ്റെ ഏറ്റവും അവസാനത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു പേപ്പറാണ് സ്ട്രാറ്റജിക് ബിസിനസ് റിപ്പോർട്ടിംഗ്. സ്ട്രാറ്റജിക് പ്രൊഫഷണൽസിലെ 2ാമത്തെ കാറ്റഗറിയാണ് ഓപ്ഷണൽ പേപ്പേഴ്സ്. ഓപ്ഷണൽ പേപ്പേഴ്സിൻ്റെ പേര് തന്നെ ഉണ്ട്, നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതായത് മൊത്തം ACC നമുക്ക് 4 പേപ്പറാണ് ഓഫർ ചെയ്യുന്നത്. ആ 4 പേപ്പറിൽ നമുക്ക് ഏത് ഫീൽഡാണോ ഇഷ്ടം ആ ഇഷ്ടമുള്ള 2 പേപ്പറുകൾ ചൂസ് ചെയ്താൽ മതി. അപ്പോൾ ഏതാണ് ആ 4 പേപ്പറുകൾ? ഒന്നാമതായിട്ട് അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, നമ്മുടെ സ്കിൽ ലെവലിലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ അഡ്വാൻസ്ഡ് പേപ്പറാണ്. അടുത്തതായിട്ട് അഡ്വാൻസ്ഡ് പെർഫോമൻസ് മാനേജ്മെൻറ്റ്, സ്കിൽ ലെവലിലെ പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ പേപ്പറിലെ അഡ്വാൻസ്ഡ് പേപ്പറാണ് അഡ്വാൻസ്ഡ് പെർഫോമൻസ് മാനേജ്മെൻറ്റ്. മൂന്നാമതായിട്ട് അഡ്വാൻസ്ഡ് ടാക്സേഷൻ. സ്കിൽ ലെവലിൽ ടാക്സേഷനെ കുറിച്ച് നമ്മൾ വിശദീകരിച്ചു. ആ ടാക്സേഷൻ്റെ എക്സ്പേർട്ട് ലെവലാണ് അഡ്വാൻസ്ഡ് ടാക്സേഷൻ എന്ന് പറഞ്ഞ പേപ്പർ. ഏറ്റവും അവസാനമായിട്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ ഏറ്റവും വിലപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പേപ്പർ, അഡ്വാൻസ്ഡ് ഓഡിറ്റ് ആൻഡ് അഷൂറൻസ്. ഓഡിറ്റിനെ കുറിച്ചിട്ട് നമ്മളെല്ലാ തരത്തിലും എക്സ്പേർട്ട് ആക്കുന്ന ACCയുടെ ഒരു പേപ്പറാണ് അഡ്വാൻസ്ഡ് ഓഡിറ്റ് ആൻഡ് അഷൂറൻസ്. അപ്പോൾ മൊത്തം 4 പേപ്പറാണുള്ളത്, അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അഡ്വാൻസ്ഡ് പെർഫോമൻസ് മാനേജ്മെൻറ്റ്, അഡ്വാൻസ്ഡ് ടാക്സേഷൻ, അഡ്വാൻസ്ഡ് ഓഡിറ്റ് ആൻഡ് അഷൂറൻസ്. ഈ 4 പേപ്പറിൽ ഏതെങ്കിലും 2 പേപ്പർ നമ്മൾ ചൂസ് ചെയ്താൽ മതി. അങ്ങനെ മൊത്തം നോളജ് ലെവലിൽ 3 പേപ്പർ, സ്കിൽ ലെവലിൽ 6 പേപ്പർ, സ്ട്രാറ്റജിക് ഓപ്ഷൻസിൽ എസെൻഷ്യൽ 2 പേപ്പർ, ഓപ്ഷൻസിൽ 4 പേപ്പറിൽ 2 പേപ്പർ, ആകെ മൊത്തം 13 പേപ്പേഴ്സ് ക്വാളിഫൈ ആയാൽ നമ്മൾ ACC അഫിലിയേറ്റ് എന്ന സ്റ്റാറ്റസിലേക്ക് എത്തിച്ചേരും. സ്കിൽ ലെവലിലെ ആദ്യത്തെ പേപ്പറാണ് കോർപ്പറേറ്റ് ആൻഡ് ബിസിനസ് ലോ. ഈ പേപ്പറിൻ്റെ എക്സാമിനേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് 100 മാർക്സിനാണ് എക്സാം ഉണ്ടാവുക. നിങ്ങൾക്ക് പാസ്സാവാൻ വേണ്ടത് 50% ആണ്. എക്സാം ടൈം എന്ന് പറയുന്നത് 2 hours ആയിരിക്കും. കോർപ്പറേറ്റ് ആൻഡ് ബിസിനസ് ലോ ഒഴികെയുള്ള ബാക്കി എല്ലാ പേപ്പറുകളും, അതായത് സ്കിൽ ലെവലിലെ 5 പേപ്പറുകൾ, ആ പേപ്പറുകളുടെ എക്സാമിനേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് 100 മാർക്സ് ആയിരിക്കും. പാസ്സാവാൻ വേണ്ടത് 50% ആയിരിക്കും. പക്ഷേ എക്സാമിനേഷൻ ടൈം എന്ന് പറയുന്നത് 3 hours and 15 minutes ആയിരിക്കും. സ്ട്രാറ്റജിക് പ്രൊഫഷണൽസ്. സ്ട്രാറ്റജിക് പ്രൊഫഷണൽസിലെ എല്ലാ പേപ്പറുകൾക്കും ഒരു പാറ്റേൺ ആണുള്ളത്, ഒരു പേപ്പറിനൊഴികെ. സ്ട്രാറ്റജിക് പ്രൊഫഷൻസിൽ നമുക്ക് 4 പേപ്പർ ക്വാളിഫൈ ചെയ്യണം. അതിൻ്റെ അകത്ത് SBL ഒഴികെ, സ്ട്രാറ്റജിക് ബിസിനസ് ലീഡർ എന്ന് പറഞ്ഞ പേപ്പർ ഒഴികെ ബാക്കി എല്ലാ പേപ്പറുകളുടെയും എക്സാമിനേഷൻ പാറ്റേൺ ഇങ്ങനെയാണ്. 100 മാർക്സിനാണ് എക്സാം ഉണ്ടാവുക. 3 hours and 15 minutes ആണ് അലോട്ട് ടൈം. 50% മാർക്കാണ് പാസ്സാവാൻ വേണ്ടുന്നത്. അപ്പോൾ SBLൻ്റെ എക്സാമിനേഷൻ പാറ്റേൺ എങ്ങനെയാണ്? 100 മാർക്സ് തന്നെയാണ്, പാസ്സാവാൻ 50% തന്നെയാണ് വേണ്ടത്. പക്ഷേ ആ പേപ്പറിൻ്റെ ഒരു ടഫ്നെസ് കരുതിക്കൊണ്ട്
ആ പേപ്പറിൻ്റെ കുറച്ച് കോംപ്ലക്സിറ്റി കരുതിക്കൊണ്ട് ആ പേപ്പറിന് 4 hours ആണ് നമുക്ക് എക്സാമിനേഷന് ടൈം അലോഡ് ആയിട്ടുള്ളത്. ACCAയുടെ മൊത്തം നമ്മൾ ക്വാളിഫൈ ചെയ്യേണ്ട 13 പേപ്പറുകളെ കുറിച്ചിട്ടാണ്. അതായത് മൊത്തം 15 പേപ്പറുണ്ട്, അതിൻ്റെ അകത്ത് 13 പേപ്പർ നമ്മൾ ക്വാളിഫൈ ചെയ്താൽ മതി. ഈ പേപ്പറുകളുടെ ബ്രീഫായിട്ടുള്ള ഒരു സിലബസ് എക്സ്പ്ലനേഷനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിച്ചത്. എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം.